സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇത്രയും വന്ധ്യനായ നമ്മുടെ ശുശ്രൂഷയുടെ, നമ്മുടെ ഇടവകയുടെ ശുശ്രൂഷകനും ഏറ്റവും അനുഗ്രഹപൂർണ്ണമായ ശുശ്രൂഷയിലൂടെ ഭദ്രാസനത്തിന് അനുഗ്രഹമായ പ്രിയപ്പെട്ട ജോയിച്ച്, പ്രിയപ്പെട്ട ഷമ്മാശൻ, മനോഹരമായ ദേവാലയത്തിൽ കർത്താവിൻ്റെ വചന കേൾവിക്കായി വന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വീണ്ടും ഒരിക്കൽ കൂടി ഈ ദേവാലയത്തിൽ വരുവാനും കർത്താവിൻ്റെ രക്ഷാകരമായ ഈ ശുശ്രൂഷ, വചന ശുശ്രൂഷ നിർവഹിക്കുവാനും ലഭിച്ച വലിയ അനുഗ്രഹത്തോട് ദൈവത്തിനോടുള്ള നന്ദി, പ്രിയപ്പെട്ട അച്ഛനോടും ഇടവകയോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഒത്തിരി സന്തോഷമാണ് ഈ ദേവാലയത്തിൽ. ആളുകൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ജോസഫ് വർഗീസിരുന്ന സമയത്ത് പ്രിയപ്പെട്ട ജോർജ് കല്യാണിയുടെയും ഭവനത്തിൽ താമസിച്ച് 2-3 ദിവസങ്ങൾ ഇടവകയോട് ചേർന്നായിരിക്കാൻ അന്ന് ദൈവം കാണിച്ച കരുണയൊക്കെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മനോഹരമായ ദേവാലയത്തിൻ്റെ ഈ കുത്കരിച്ച സംബന്ധിച്ചുള്ള പണികൾ ആ സമയത്ത് പൂർത്തീകരിച്ച് അതിനുവേണ്ടി ഇടവകയെടുത്ത ത്യാഗവും ഒക്കെ ആ സമയത്ത് പറഞ്ഞതും ഒക്കെ അച്ഛൻ ഓർത്തു പോവുകയാണ്. അന്നത് കേട്ട് അത് മറന്നു എന്നുള്ളൊരു വാസ്തവമാണെങ്കിലും പിന്നീട് ഞാൻ സൂക്ഷിക്കുന്ന ദേവാലയങ്ങൾ 2 പുതിയതായി പണിയപ്പെട്ടപ്പോഴും കൂദാശ ചെയ്യപ്പെട്ടപ്പോഴും അതിൻ്റെ പിന്നിലുള്ള വലിയ ത്യാഗത്തെ വീണ്ടും സ്മരിക്കുവാനായിട്ടിടയായി. ഇടവക അനുദിനം വളരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതലായി സഭയുടെ അനുഗ്രഹമായി ദേവാലയത്തിൽ വീണ്ടും വളർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ പ്രിയപ്പെട്ട ടോണി അച്ഛനിലൂടെ ഞാൻ അറിഞ്ഞ വാർത്ത പരിശുദ്ധ അമ്മയുടെ വിശ്വാസവും ജീവിതവും തമ്മിൽ ബന്ധപ്പെടുത്തി നോമ്പിനോടുള്ള ബന്ധത്തിൽ നല്ല മനോഹരമായ ഒരു ധ്യാനവും ക്ലാസും നമുക്ക് ലഭിച്ചു എന്നുള്ളത് അച്ഛൻ അറിയുവാനായിട്ടിടയായി. ഒത്തിരി സന്തോഷത്തോടെ വീണ്ടും 3-ാം ദിവസം നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. വീണ്ടും വചന കേൾവികൾക്കൊന്നും നമുക്ക് യാതൊരു കുറവുകൾ ഇല്ല എന്ന് നമുക്കറിയാം. എല്ലാ ഞായറാഴ്ചകളിലും ആരാധനകളിലും ശുശ്രൂഷകളിലുമൊക്കെ വചനം പ്രസംഗിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അടിസ്ഥാനപരമായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളതൊന്ന് പുനഃപരിശോധിക്കേണ്ടത് ആവശ്യമാണ്. 2008 മുതൽ ആരംഭിച്ച ഈ 8 നോമ്പിനോട് ചേർന്നുള്ള ശുശ്രൂഷകളും പള്ളിയുടെ ശുശ്രൂഷകളും ഒക്കെ 2025 ഈ ദിവസങ്ങളിൽ സെപ്റ്റംബർ മാസം 1-ാം തീയതി നൽകുമ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് പ്രസംഗിച്ചവരും പ്രസംഗം കേട്ടവരുമൊക്കെ ജീവിതത്തിൽ എത്രമാത്രം കർത്താവിന്റെ വചനം പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നുള്ളത്, പരിശുദ്ധ അമ്മയുടെ വിശ്വാസപരമായിട്ടുള്ള ജീവിതത്തിൽ എത്രമാത്രം ആഴത്തിൽ ബലത്തോടെ നിൽക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കേണ്ടതും ആവശ്യമാണ്. ഒരു ചെറിയ കഥ പറഞ്ഞിങ്ങനെ ആരംഭിക്കാം. ഒരു ബാർ ഹോട്ടലിന്റെ മുമ്പിൽ വർഷങ്ങളോളം മനോഹരമായി പാടുകയും ആളുകളെ സ്വീകരിക്കുകയും ചെയ്തിരുന്ന ഒരു തത്തയുണ്ടായിരുന്നു. വരുന്ന ആളുകളെ മനോഹരമായി പാട്ടുപാടി സംസാരിച്ച് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് മനോഹരമായി പോകുന്ന തത്ത ഒരിക്കൽ ബാർ ഹോട്ടൽ അടച്ചു പൂട്ടിയപ്പോൾ അതിൻ്റെ ഓണർ അതിനെ വിൽക്കുവാനായി മാർക്കറ്റിൽ കൊണ്ടു ചെന്ന് കൊടുത്തു. ആ സിറ്റിയിലെ മനോഹരമായ ദേവാലയത്തിൽ പുതിയതായി വന്ന പച്ചച്ചൻ തന്റെ അത്യാവശ്യ കാര്യങ്ങൾ വാങ്ങിക്കുവാൻ ചന്തയിലൂടെ മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോൾ മനോഹരമായി പാട്ട് പാടുന്ന ഈ തത്തയെ കാണുവാനായിട്ടിടയായി. ഒത്തിരി ആകർഷകമായി തോന്നിയ തത്തയെ വികാരിയച്ഛൻ നല്ല വില കൊടുത്ത് പള്ളിയുടെ അടുക്കൽ കൊണ്ടുപോയി അതിനെ കൂടെല്ലാം വച്ച് മനോഹരമായി
വരുന്ന ആളുകളോട് സംസാരിക്കുവാൻ ഒക്കെയായി അത് ക്രമീകരിച്ചു. കൊടുത്ത കടക്കാരൻ അച്ഛനോട് പറഞ്ഞത് ബാർ ഹോട്ടലിൽ ഇത്ര വർഷം മനോഹരമായി പാടുകയും സംസാരിക്കുകയും ചെയ്തൊരു തത്തയാണ്. അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ പള്ളിയിലെ പാട്ടും ആരാധനകളും ബൈഹാർട്ടാക്കി അത് പാടുകയും വരുന്ന ആളുകളെ മനോഹരമായി സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കുറെ നാളുകൾ പള്ളിക്ക് മുമ്പിൽ ഇരുന്ന് പാടുകയും പാട്ട് കേൾക്കുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്ത ഈ തത്ത അച്ഛൻ ഒരു നാളിൽ പ്രഭാത സവാരി കഴിഞ്ഞ് വന്നപ്പോൾ തത്തയോട് ചോദിച്ചു, ഹൗ ഈസ് യുവർ ലൈഫ്? ഇവിടെ നിന്റെ ജീവിതം എങ്ങനെയുണ്ട്? ഇവിടുത്തെ അവസ്ഥകളൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? തത്ത മറുപടി പറഞ്ഞത് എങ്ങനെയാണ്? സോങ്സ് ആർ ഡിഫറെന്റ്. പാട്ടുകളെല്ലാം വ്യത്യസ്തമാണ്. കളേഴ്സ്, ഇലൂമിനേഷൻ ആർ ഓൾസോ ഡിഫറെന്റ്. അലങ്കാര ദീപാലങ്കൃതമായ വസ്തുക്കളെല്ലാം വ്യത്യസ്തമാണ്. ബട്ട് ദ കസ്റ്റമേഴ്സ് ആർ സെയിം. എല്ലാവരും പള്ളിയിൽ വരുന്നവരും ബാർ ഹോട്ടലിൽ വരുന്നവരും കസ്റ്റമേഴ്സ് എല്ലാം സെയിമാണ്. അച്ഛൻ ഇത് പറഞ്ഞത് വർഷങ്ങളായി കേൾക്കുന്ന പ്രസംഗങ്ങളും വർഷങ്ങളായി കേൾക്കുന്ന ധ്യാനങ്ങളും പാട്ടുകളും ഒക്കെ നിന്റെ ജീവിതത്തിൽ പ്രസംഗിക്കുന്ന എന്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഒരു മാറ്റം വരുത്തിയിട്ടില്ല എങ്കിൽ ഈ ശുശ്രൂഷകൾ വ്യർത്ഥമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അത്രമേൽ ഗൗരവത്തിൽ ചെയ്തെടുക്കണമെന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പിന്റെ പശ്ചാത്തലത്തിൽ കർത്താവിന്റെ രക്ഷാകരമായ വചനത്തോട് ചേർന്ന് ഇങ്ങനെ ഒരു വചനം അച്ഛൻ ധ്യാനിക്കുവാൻ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ അമ്മയെ കുറിച്ച് കേട്ടു, അമ്മയുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് കേട്ടു, പുത്രനെ കുറിച്ച് കേൾക്കുവാൻ നമുക്കിടയാകണം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം തിരുവചനം ഒന്ന് വായിച്ചാൽ, ആരെങ്കിലും ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. നമുക്ക് 8 മണിക്ക് മുമ്പായി അവസാനിപ്പിക്കണം. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അമ്മയുടെ ജീവിതം തുടക്കം മുതൽ അവസാനം വരെയും ക്രൂശിനോട് ചേർന്ന് തന്നെയാണ്. അമ്മ ആഘോഷിച്ചതും പ്രഘോഷിച്ചതും എല്ലാം ക്രൂശിനെ കുറിച്ച് തന്നെയാണ്. അത് പിന്നീട് നാം അമ്മയുടെ ജീവിതത്തിന്റെ ഓരോ പടവുകളും കൃത്യമായി പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ അമ്മയുടെ ജീവിതം ഗോകുൽത്തായിലെ ക്രൂശിനോട് ചേർത്ത് വെച്ച് തന്നെയാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നതും പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ളതും. അതാണ് ഇന്ന് എവങ്കേലിയോനിലൂടെ നമ്മൾ വായിച്ചു കേട്ടത്. ശിശുവായിരിക്കുന്ന കർത്താവിനെ യെരൂശലേം ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം മോശയുടെ ന്യായപ്രമാണ പ്രകാരം അമ്മയും യോസേഫ് പിതാവും കൊണ്ടുവരുമ്പോ വൃദ്ധനായ ശമവോൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആ കുഞ്ഞിനെ തന്റെ മാറോട് ചേർത്തിട്ട് ഇവൻ പലരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും തർക്കത്തിനും കാരണമാകുമെന്നും പറഞ്ഞിട്ട് അമ്മയോട് പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. അന്ന് മുതൽ അമ്മയ്ക്ക് കുരിശു വഹിക്കുന്നതിന്റെ വലിയ ഒരാരംഭം അവിടെ നമ്മൾ കാണുകയാണ്. ആ ആരംഭം ബാഹ്യമായ രീതിയിലായിരുന്നില്ല. അബ്രഹാം പിതാവ് ഇങ്ങനെ സുറിയാനി ആരാധനകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, നൊന്ത് പ്രസവിച്ച പുത്രൻ ബാഹ്യമായി തന്റെ ചുമലിൽ കുരിശു വരച്ച് പീലാത്തോസിന്റെ അരമന മുതൽ ഗോകുൽത്തായുടെ നെറുകവരെയും ആ കുരിശു വഹിച്ച് യാഗമായി തീർന്നെങ്കിൽ അമ്മ കുരിശു വഹിച്ചത് ചുമലിൽ ബാഹ്യമായിട്ടായിരുന്നില്ല. പിതാവ് പറയുന്നു, അമ്മ തന്റെ മനസ്സിലും ഹൃദയത്തിലും തന്റെ കർത്താവിനെ ജന്മം കൊടുത്ത അന്ന് മുതൽ
സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് വരെയും ആത്മാവിൽ വഹിക്കുന്ന വലിയ കുരിശുമായിട്ടാണ്, ആത്മാവിന്റെ വലിയ മുറിവുമായിട്ടാണ് അമ്മ ജീവിച്ചിരുന്നത് എന്ന് അപ്രപിതാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 8 നോമ്പിന്റെ 3-ാം ദിവസം അപ്പോസ്തലൻ വളരെ ശക്തമായി പറയുന്നു, ശക്തമായി പഠിപ്പിക്കുന്നു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ആരാണ് അപ്പോസ്തലനായ പൗലോസ് എന്ന് കൃത്യമായി നിങ്ങൾക്കറിയാം. എബ്രായനിൽ നിന്നുള്ള എബ്രായൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, റോമൻ പൗരത്വമുള്ളവൻ, ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് വേദഗ്രന്ഥങ്ങളും ന്യായപ്രമാണവും കൃത്യമായി വിവേചിച്ച് പ്രവചിക്കുവാൻ ശക്തമായ അറിവും പ്രാപ്തിയും നേടിയവൻ അപ്പോസ്തലൻ. ഓർത്തഡോക്സ് യാഥാസ്ഥിക മനോഭാവത്തിൽ വളർന്നവൻ, യഹൂദ മതത്തിന്റെ കൃത്യമായ വാക്താവായി മാറിയവൻ. അവൻ പറയുകയാണ്, എനിക്ക് എന്റെ കർത്താവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ മറ്റൊന്നിലും ഇടവരരുത് എന്നവൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്. 14 ലേഖനങ്ങളോളം എഴുതിയ അപ്പോസ്തലൻ ഒരു ജീവിതത്തെ കണ്ടിട്ട് സെയിന്റ് ക്രിസോസ്റ്റം എന്ന് പറയുന്ന പിതാവ് പറയുന്നുണ്ട്, പൗലോസ് ഒരു മനുഷ്യനായിരുന്നു എങ്കിലും അവന്റെ ഹൃദയം സ്വർഗത്തിന്റെ അതിരുകളിൽ ജീവിച്ചിരുന്നു എന്ന്. അത്രമേൽ അപ്പോസ്തലൻ സഭ പണിതെടുക്കുവാൻ തക്കവണ്ണം പത്രോസിനോട് ചേർന്ന് ശക്തമായി നേതൃത്വം കൊടുത്തവൻ, യൂറോപ്പ് മുഴുവനും സുവിശേഷം കൊണ്ട് ഉഴുതുമറിച്ചവൻ. ഇത് ആ പൗലോസാണ് പറയുന്നത്, എനിക്ക് എന്റെ കർത്താവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ മറ്റൊന്നിലും ഇടവരരുത് എന്ന്. അനുഗ്രഹിക്കപ്പെട്ടവരെ, തുർക്കിയിലെ ഗലാത്യ എന്ന് പറയുന്ന സഭ തന്റെ 2ാം മിഷണറി യാത്രയിൽ താൻ സ്ഥാപിച്ച ഈ ഗലേഷ്യൻ ചർച്ച്, ഗലാത്യൻ സഭ അനവധി അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മുന്നോട്ട് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവണ്ണം വളർന്നു വലുതായപ്പോൾ യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളിലേക്ക് ക്രിസ്തുമതം സ്വീകരിച്ചവരിൽ വിവിധങ്ങളായ തർക്കങ്ങളുണ്ടായി, കലഹങ്ങളുണ്ടായി. ഇന്നത്തെ പോലെ അന്നും സഭകളിൽ തർക്കങ്ങൾ, വേദപുസ്തകാടിസ്ഥാനത്തിലുള്ള തർക്കങ്ങളും കലഹങ്ങളും വേദവിപരീതങ്ങളും ഉണ്ടായിരുന്നു. യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ച ആളുകൾ പറഞ്ഞു, ആദ്യം പരിച്ഛേദനയേറ്റതിന് ശേഷം ക്രിസ്ത്യാനിയായി മാറണം, ആദ്യം പരിച്ഛേദന ഏറ്റതിന് ശേഷം മാത്രം ഒരു ക്രിസ്തുവിനെ സ്വീകരിക്കണം. അത് വലിയ തർക്കങ്ങളിലേക്ക് കടന്നുപോയി. സഭ സ്ഥാപിച്ച അപ്പോസ്തലന്റെ അടുക്കൽ ഈ തർക്കങ്ങൾ ഇങ്ങനെ ആഴത്തിൽ കടന്നു ചെന്നു. അപ്പോസ്തലൻ അറിഞ്ഞു ഈ തർക്കങ്ങളും കലഹങ്ങളെയും കുറിച്ച്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ 6-ാം അധ്യായം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്ര വേഗത്തിൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞുവോ മക്കളെ എന്ന്. 1-ാം അധ്യായം 6-ാം വാക്യം, നിങ്ങൾ ഇത്ര വേഗത്തിൽ ഞാൻ വളർത്തിയ, ഞാൻ പഠിപ്പിച്ച, ഞാൻ വാത്സല്യം നൽകിയ നിങ്ങൾ ഇത്ര വേഗത്തിൽ ഞാൻ പഠിപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞുവോ എന്ന് അപ്പോസ്തലൻ നമ്മുടെ വളരെ വ്യക്തമായി ചോദിക്കുന്നുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. പുണ്യപ്പെട്ട പിതാക്കന്മാരാൽ പഠിപ്പിക്കപ്പെട്ട സത്യവിശ്വാസങ്ങളിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ട് മറ്റൊരു തരത്തിലേക്കുള്ള സുവിശേഷത്തിലേക്ക് വ്യതിചലിക്കുന്ന കാഴ്ചപ്പാടുകളും കാഴ്ചകളും സഭാചരിത്രത്തിന്റെ ഏടുകളിൽ കണ്ടുമുട്ടുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് കൃത്യമായി അച്ഛൻ ഒന്നോട് പ്രബോധിപ്പിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ നമുക്കാർക്കും ഇടവരരുത് എന്ന് അപ്പോസ്തലനും പിതാക്കന്മാരും കൃത്യമായി പഠിപ്പിക്കുന്നു. തർക്കങ്ങൾ നിറഞ്ഞ സഭയിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പരിച്ഛേദനയോ അപരിച്ഛേദനയോ അല്ല പ്രധാനം. ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പരിച്ഛേദനയോ അപരിച്ഛേദനയോ അല്ല. ഇവിടെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റവും പ്രിയമുള്ളത് എന്ന് പറയുന്നത്
പുതിയ സൃഷ്ടിയാകുന്നു എന്നാണ്. ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടി എത്രയെന്ന് അപ്പോസ്തലൻ വീണ്ടും ആ സഭയോട് പഠിപ്പിച്ചിട്ട് പറയുന്നു. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത് എന്നവൻ പഠിപ്പിക്കുകയാണ്. ദൈവമക്കളെ, ആധുനിക കാലഘട്ടം, ഇന്നത്തെ ലോകത്ത് ഈ വചനത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലൻ ഗലേഷ്യൻ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ കൃത്യമായി പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ മറ്റൊന്നിലും ഇടവരരുത്. ഈ രാത്രി ഏതാനും ചില മിനിറ്റുകൾ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ പ്രശംസകളും എവിടെയാണ് നമ്മുടെ ആരാധനകളും എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഈ വചനത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ആധുനിക മനുഷ്യന്റെ വളർച്ചയെ, അവന്റെ വിജയം എന്ന് പറയുന്നത് പണവും സമ്പത്തും കൊണ്ടാണെന്ന് ലോകത്തോട് മനുഷ്യൻ വിളിച്ചു പറയുമ്പോ അവന്റെ പ്രശംസ ക്രൂശിലല്ല, അവൻ പ്രശംസിക്കുന്നത് ധനത്തിലും സ്ഥാനമാനങ്ങളിലും ആഡംബരങ്ങളിലുമാണ് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ടെക്നോളജി വളർന്ന ഒരു കാലഘട്ടമാണിത്. ഈ ടെക്നോളജി അറിവ് അതിന്റെ പാരമ്പര്യത്തിലേക്ക് വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് നാം ദിനംതോറും നമ്മുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മൊബൈലുകളും കാറുകളും കമ്പ്യൂട്ടറുകളും എന്ന് വേണ്ടല്ല ടെക്നോളജിക്കൽ ഇൻസ്ട്രുമെന്റുകളെല്ലാം ആധുനിക ലോകം നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോ ആധുനിക മനുഷ്യൻ അവന്റെ സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി ക്രിസ്തുവിനേക്കാൾ അപ്പുറമായി അതിനെ സ്നേഹിക്കുകയും അതിനെ വാത്സല്യം കൊടുക്കുകയും അതിനെ പ്രഘോഷിക്കുകയും ചെയ്യുമ്പോൾ നീ അങ്ങനെയുള്ളവനെങ്കിൽ നീ ഈ രാത്രി ചിന്തിക്കണം, നീ പ്രശംസിക്കേണ്ടത് ക്രിസ്തുവിലാണ്, അവന്റെ ക്രൂശിലാണ് എന്ന വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവമക്കളെ, നമുക്കറിയാം ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് to get fame and name, ഒരു സ്ഥാനമാനങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയാണ്. സ്ഥാനമാനങ്ങളുടെ പിന്നാലെയാണ് ആധുനിക മനുഷ്യൻ ഇന്ന് ഓടുന്നത് എന്ന് നമുക്കറിയാം. പദവിയും അധികാരവും ആധുനിക മനുഷ്യന്റെ മുഖതാവിൽ എഴുതി വച്ചിരിക്കുന്നു. അവൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്, അവൻ പ്രശംസിക്കുന്നത് പദവിയിലും സ്ഥാനമാനങ്ങളിലുമാണ്. സഭകളിലൊക്കെ നമുക്കറിയാം, നമ്മുടെ സഭയും കൊണ്ട് വിഭിന്നമല്ല. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പിന്നാലെ പായുന്ന ഒരു വലിയ കൂട്ടം ജനതീ ഉയർത്തിപ്പിടിക്കുന്നത് കർത്താവിന്റെ ക്രൂശിനെയല്ല, അവരുടെ ആഠ്യത്വത്തെയും അവരുടെ സ്ഥാനമാനങ്ങളെയും പദവികളെയുമാണ് ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിക്കാട്ടുന്നതെങ്കിൽ അയ്യോ മനുഷ്യ, നിനക്ക് തെറ്റുപറ്റിപ്പോയി, നിനക്ക് അയ്യോ കഷ്ടമെന്ന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ രാത്രി വചനം പറയുന്നു, യേശു കർത്താവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത് എന്ന് പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ ഇത് പറയുന്നത്? 2 പോയിന്റുകൾ പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ യേശു കർത്താവിന്റെ ക്രൂശിൽ അല്ലാതെ മറ്റൊന്നിലും എനിക്ക് പ്രശംസിക്കുവാൻ ഇടവരരുത് എന്ന് പഠിപ്പിക്കുന്നത്? 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെയാണ് അവിടെ പറയുന്നത്, ഞാൻ നിങ്ങളോടുള്ളതിൽ മറ്റൊന്നിനെയും അറിവായി കൊണ്ടുപോകുവാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് അറിയുന്നത് ഒന്നേ, അത് ക്രിസ്തുവിന്റെ ക്രൂശിലിരിക്കുന്ന ക്രിസ്തുവിന്റെ കാര്യം മാത്രമാണ് എനിക്ക് അറിവുള്ളത് എന്ന് പറഞ്ഞാൽ, അപ്പോസ്തലൻ ക്രൂശിനെ മാത്രം പ്രശംസിക്കുവാൻ തക്കവണ്ണം ഇടയായത് യേശു തമ്പുരാനെ വളരെ കൃത്യമായി ആഴത്തിൽ അവനെ അറിയാൻ പറയുന്ന, I know the person on the cross, ക്രൂശിൽ കിടക്കുന്ന വ്യക്തിയെ എനിക്ക് ആഴത്തിൽ അറിയാം. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കുവാൻ ഇടവരരുത് എന്ന്. ദൈവമക്കളെ, അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ ആഴത്തിൽ അറിയാമെന്ന് പറയുമ്പോൾ വർഷാന്തരങ്ങളായി നീയും ഞാനും മാമോദിസ ഏറ്റ സഭയോട് ചേർന്ന് വലിയ നോമ്പും 3 നോമ്പും 8 നോമ്പും 15 നോമ്പും ഒക്കെ നോക്കി
ഈ അൽത്താരയുടെ മുന്നിൽ നിന്ന് നമ്മുടെ സർവ്വ സങ്കടങ്ങളും ഇതിന്റെ മണ്ണിന്മേൽ കണ്ണുനീരാൽ ചാലിച്ച് ചേർത്ത് വെച്ചിട്ട് ഈ രാത്രി നിന്റെ പ്രശംസകളും എവിടെയാണ്, ആരാധനകളും എവിടെയാണ്? നീ ഈ ക്രിസ്തുവിനെ ആഴത്തിൽ പഠിച്ചിട്ടുണ്ടോ, അറിയുന്നുണ്ടോ എന്നാണ്. ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ നീ അറിഞ്ഞിട്ടുണ്ടോ? നമ്മളെല്ലാം ആൾത്തിരക്കിൽപ്പെട്ടവരാണ്. ഇന്ന് 8 നോമ്പിൽ എല്ലാവരും വരും, നമ്മളും വരും. പ്രാർത്ഥിക്കാൻ വരും, നമ്മളും പ്രാർത്ഥിക്കും. ഇതെല്ലാം ഒരു മാർക്കറ്റൈസേഷന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് ആധുനിക കാലഘട്ടം പരിശോധിക്കുമ്പോൾ നമുക്ക് സംശയം വരും. പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർ കാണുവാൻ തക്കവണ്ണം വരുന്നതെങ്കിൽ പ്രാർത്ഥനയ്ക്ക് യാതൊരു ഫലമില്ല എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തുവിനെ എത്രമാത്രം നീ ആഴത്തിൽ അറിയും. To know Jesus Christ. കർത്താവിനെ കൃത്യമായി you have to know Jesus Christ very well. കർത്താവിനെ നന്നായി അറിയുവാൻ നിനക്ക് സാധിക്കണം. എന്താണ് നന്നായി അറിയുക, ആഴത്തിൽ അറിയുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ അടുക്കലും മാലാഖ വരുമ്പോ പറയുന്നുണ്ട്, നീ ഒരു കുഞ്ഞിന് ജന്മം നൽകും, ഒരു യേശു എന്ന പേരിടണം. അങ്ങനെ പറഞ്ഞു വരുമ്പോ അമ്മ ഒരു സംശയം പറയുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, ഞാൻ പുരുഷനെ അറിയായകയാൽ ഇതെങ്ങനെ സംഭവിക്കും? പുരുഷനെ അറിയായകയാൽ ഇതെങ്ങനെ സംഭവിക്കും? അറിയുക. സുറിയാനി പിതാക്കന്മാർ കൃത്യമായി അറിയുക എന്ന വാക്കിന് ആഴത്തിലുള്ള അർത്ഥമാണ് പറയുന്നത്. ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഉണ്ടാകുന്ന ഒരറിവുണ്ടല്ലോ, ആഴത്വപരമായുള്ള അറിവ്. സർവ്വ ദുഃഖങ്ങളും ഭാരങ്ങളും സന്തോഷങ്ങളും ഒരു മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ആഴത്തിൽ കൗതാശിക നൽവനങ്ങൾ പ്രാപിച്ച ഒരു ഭാര്യയും ഭർത്താവും അറിയുന്ന വിധം, അതാണ് ഒരു ആഴത്തിൽ അറിയുക എന്ന പദം കൊണ്ട് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തലൻ പറയുന്നു, ആ ക്രൂശിൽ കിടക്കുന്ന കർത്താവുണ്ടല്ലോ, അവനെ എനിക്ക് ആഴത്തിൽ അറിയാം, അവനെ അറിയേണ്ടതുപോലെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു, ഗലാത്യൻ സഭയോട് പറയുന്നു, എനിക്ക് കർത്താവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കുവാൻ ഇടവ. അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശു കർത്താവിനെ നിങ്ങൾ ആഴത്തിൽ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം പറയും നമ്മുടെ രക്ഷകൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. എന്നാൽ അപ്പോസ്തലൻ അങ്ങനെയായിരുന്നില്ല. അവൻ യേശു കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കൊന്ന് കൊലവിളിച്ച് നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോഴെല്ലാം കൃത്യമായി നമുക്ക് കാണുവാൻ സാധിക്കും. 9-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ, 26-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യത്തിലുള്ള ഇവിടെ കാണുവാൻ സാധിക്കും. പരീക്ഷനായിരിക്കുന്ന ശൗൽ, പീഡകനായിരിക്കുന്ന ശൗൽ ക്രിസ്തു മതവിശ്വാസികളെ ഒന്നൊന്നായി അരിഞ്ഞു നുറുക്കി മുന്നോട്ട് പോകുമ്പോ, യെരൂശലേമിൽ നിന്ന് അധികാരപത്രം വാങ്ങി ദമസ്കോസിലേക്ക് വീണ്ടും ഉപദ്രവിക്കുവാനായി കടന്നു പോകുമ്പോ, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് വലിയൊരു വെളിച്ചം അവന്റെ മേൽ കടന്നു വന്ന് അവരോട് ചോദിക്കുന്നുണ്ട്, ശൗലേ ശൗലേ, നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? അപ്പോസ്തലന്റെ മറുപടി വളരെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒന്നായിരുന്നു. എങ്ങനെയാണ് ചോദിച്ചത്? നീ ആരാകുന്നു കർത്താവേ എന്നാണ് ചോദിച്ചത്. നീ ഉപദ്രവിക്കുന്ന നസറേത്തുകാരൻ ക്രിസ്തുവാകുന്നു ഞാൻ. നീ എന്തിനാണ് ശൗലിനെ ഉപദ്രവിക്കുന്നത്? അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വിശ്വാസത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ ഈ ഒരു സംഭവത്തെ, എക്സ്പീരിയൻസോ ഡമാസ്കസ്, അതിനെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അതൊരു ടേണിംഗ് പോയിന്റ് ആണ്. സഭയുടെ വിശ്വാസ ചരിത്രത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അപ്പോസ്തലനോട് വിളിച്ചു പറയുന്നത്, നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ്. അവൻ അനന്യാസിന്റെ ഭവനത്തിലേക്ക് പോയി മാമോദീസ സ്വീകരിച്ച് അവൻ മറ്റൊരു മനുഷ്യനായി അവിടെ മാറുകയാണ്. ദൈവമക്കളെ, സഭയെ തകർക്കാൻ പോയവൻ സഭയെ പണിയുവാനായി കർത്താവ് തിരഞ്ഞെടുക്കുന്നു. പഴയ മനുഷ്യൻ അവിടെ മരിച്ചിട്ട് പുതിയ മനുഷ്യന്റെ ജന്മം ദമസ്കോസിൽ നമ്മൾ കാണുകയാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവാണ്. ക്രൂശിന്റെ ശത്രു ക്രൂശിന്റെ പ്രബോധകനായി അവിടെ മാറുകയാണ്. ഈ രാത്രി അച്ഛൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ദൈവമക്കളെ, നിങ്ങൾ ഈ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ടോ ആഴത്തിൽ? അപ്പോസ്തലൻ പറഞ്ഞതുപോലെ
ഇന്ന് ഈ സന്ദേശം സുറിയാനി സഭയ്ക്കുള്ള സന്ദേശമാണ്. ഈ സന്ദേശം ബർഗൻഫീൽഡിലെ ഓരോ കുടുംബങ്ങളിലേക്കുമുള്ള സന്ദേശമാണ്. ഈ ക്രിസ്തുവിനെ നീ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ശൗലേ ശൗലേ നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? നമ്മൾ ക്രിസ്തുവിനെ ഉപദ്രവിക്കാറുണ്ടോ? നമ്മൾ ഭാഗ്യമായി ഇങ്ങനെ ചിന്തിച്ച് പറയുമ്പോ ഇല്ല. നമ്മൾ പാട്ടുപാടുന്നു, പ്രാർത്ഥിക്കുന്നു. ഓർക്കുക, കർത്താവ് കൽപ്പിച്ചിട്ടുള്ള സ്നേഹമാകുന്ന കൽപ്പനയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നീ ഏതെങ്കിലും തരത്തിൽ ക്രിസ്തു വിരോധിയായി മാറിയിട്ടുണ്ടെങ്കിൽ, ക്രിസ്തു സ്നേഹത്തിന് വിരോധിയായി നീ മാറിയിട്ടുണ്ടെങ്കിൽ, ഇന്നും നീ ക്രിസ്തുവിനെ ഉപദ്രവിക്കുന്നു. ശൗലേ ശൗലേ നീ ഉപദ്രവിക്കുന്നത് എന്നുള്ള ചോദ്യം ഇന്നും എന്റെയും നിങ്ങളുടെയും കർമ്മപടങ്ങളിൽ അലയടിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കുവാൻ നമുക്ക് കഴിയും. മറുപടി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നീ ആരാകുന്നു കർത്താവേ എന്ന്. ദൈവമക്കളെ, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കൃത്യമായി നമുക്ക് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കണം. ഓർക്കുക, സഭയെ നശിപ്പിക്കാൻ ഇറങ്ങിയവനെ സഭയുടെ സംരക്ഷകനായി കർത്താവ് മാറ്റി ദമസ്കോസിൽ വെച്ച്. ഇന്ന് ഞാനും നിങ്ങളും പലപ്പോഴും നമ്മുടെ പരിമിതമായ അറിവുകൾ നിന്നുകൊണ്ട് സഭയ്ക്ക് വിരോധമായി പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോ ഓർക്കുക, നിന്നെ പണിയാൻ എന്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നീ തകർക്കുവാനായി ഇറങ്ങുമ്പോൾ നിന്നെ രക്ഷകനാക്കി മാറ്റുവാൻ തക്കവണ്ണം എന്റെ തമ്പുരാൻ ഒരു പദ്ധതിയുണ്ട്. ഈ നാളുകളിൽ നമ്മുടെ സഭയിൽ ഉടനീളം കാണുന്നത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഏതെല്ലാം വിധത്തിൽ ക്രിസ്തുവിനെ ആഴത്തിൽ പഠിക്കുവാനേ നമുക്ക് സാധിക്കണം. ഒന്ന്, എന്റെ കർത്താവിനെ, ആ ക്രൂശിൽ കിടക്കുന്നവനെ അത്രമേൽ ആഴത്തിൽ എനിക്കറിയാം. രണ്ട്, I know the power of the cross. ക്രൂശിന്റെ ശക്തിയെ എനിക്ക് തിരിച്ചറിയാം എന്ന് അപ്പോസ്തലൻ പറയുന്നു. 1 കൊരിന്ത്യർ ലേഖനം 1:18 ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാണ്. ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുക, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. എന്നിട്ട് അപ്പോസ്തലൻ പറയുന്നു, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാണ്. ക്രോസ് ഈസ് ദ പവർ ഓഫ് സാൽവേഷൻ. രക്ഷയുടെ വലിയ മഹാശക്തിയാണ് കുരിശെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രൂശിനെ പ്രശംസിക്കുവാൻ നമുക്കിടയാകണം. യെശയ്യാ പ്രവചനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പ്രവാചകൻ പറയുകയാണ്. ക്രൂശിൽ കിടക്കുന്ന മുറിവേറ്റവൻ, തകർന്നു കിടക്കുന്നവൻ നിനക്ക് സൗഖ്യം തന്നിരിക്കുന്നു. നിന്റെ ഭാരമേറിയ വിഷയങ്ങളുടെ മേൽ അവൻ വിടുതലും വിമോചകനുമാണ് എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ ഈ രാത്രി പ്രാർത്ഥിക്കുവാൻ കഴിയണം. എന്റെ കർത്താവേ, ഞാൻ നിന്റെ ക്രൂശിൽ മേൽ പ്രശംസിക്കുന്നത് പറയുവാൻ നമുക്ക് സാധിക്കണം. I know the person of the cross. ക്രൂശിൽ കിടക്കുന്നവർ എനിക്ക് നന്നായിട്ട് അറിയാം. I know the power of the cross. ക്രൂശിന്റെ ശക്തിയെ എനിക്ക് തിരിച്ചറിയാം എന്നാണ്. ഈ രാത്രി നമുക്ക് ദൈവസഭയ്ക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോൺ ക്രിസോസ്റ്റം എന്ന പിതാവ് പറയുന്നുണ്ട്, ക്രോസ് ഈസ് ദ വിൽ ഓഫ് ദി ഫാദർ. ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ പറയുന്നു, ദ ഗ്ലോറി ഓഫ് ദി സൺ, പുത്രന്റെ മഹത്വമായിരുന്നു. ദ ജോയ് ഓഫ് ദി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ആനന്ദമായിരുന്നു. ആൻഡ് സാൽവേഷൻ ഓഫ് ദി ഹ്യൂമൻ കൈൻഡ്. കുരിശിനെ കുറിച്ച് കൃത്യമായി പിതാക്കന്മാർ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ക്രോസ് ഈസ് ദ വിൽ ഓഫ് ദി ഫാദർ. പിതാവാം ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു കുരിശ്. ദ ഗ്ലോറി ഓഫ് ദി സൺ, പുത്രൻ തമ്പുരാന്റെ മഹത്വമായിരുന്നു കുരിശ്. ദ ജോയ് ഓഫ് ദി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ആനന്ദമായിരുന്നു കുരിശ്. ആൻഡ് ഫൈനലി ദ സാൽവേഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ്, മനുഷ്യന്റെ സാർവത്രികമായ രക്ഷയായിരുന്നു കുരിശ്. എങ്കിൽ ഈ കുരിശിൽ പ്രശംസിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ പ്രിയരെ? ക്രൂശിന്റെ സാക്ഷികളായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇതാ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ പുതിയതെല്ലാം പുതിയതായവയെല്ലാം മാറിയിരിക്കുന്നു. പഴയതിനോട് യാത്ര പറയാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി. 5 മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കണം.
പഴയതിനെല്ലാം മറക്കുവാൻ നമുക്ക് കഴിയണം. പുതിയ സൃഷ്ടിപ്പിന്റെ അനുഭവത്തിൽ ഇവിടെ നിന്ന് കടന്നു പോകുവാൻ നമുക്ക് സാധിക്കണം. ഈ 8 നോമ്പ് അതിന്റെ പ്രാധാന്യത്തോടെ നീ ഒന്ന് നോക്കിയാൽ കൃത്യമായും വചനം പറയുന്നു, നിനക്ക് വലിയ വിടുതലും വിമോചനവും ഭാവിയിലേക്കുള്ള ദൈവത്തിന്റെ കരുതലും ദർശിക്കുവാൻ 8 നോമ്പിലൂടെ നിനക്ക് സാധിക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ശൈത്യ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരു പക്ഷിയാണ് ഈ പെൻഗ്വിൻ എന്ന് പറയുന്ന പക്ഷി. അതിന്റെ ഹിസ്റ്ററി നിങ്ങൾക്കറിയാം. പെൻഗ്വിനാണ് മുട്ടയിടുന്നത്. പക്ഷെ അടയിരിക്കുന്ന ആരാ നിങ്ങൾക്കറിയോ? ആൺ പെൻഗ്വിനാണ് അടയിരിക്കുന്നത്. ഹാച്ചിങ് പ്രോസസ് അങ്ങനെയാണ്. 65 ദിവസത്തോളം ആൺ പെൻഗ്വിൻ തന്റെ 2 കാലുകളും ചേർത്ത് വെച്ച് അതിന്റെ ഇടയിൽ ഈ മുട്ട സംരക്ഷിച്ചുകൊണ്ട് തന്റെ ആ ചെറിയ ചിറക് വിരിച്ച് അതിന്റെ മേൽ വളരെ സമാധാനത്തോടെ ഇരുന്നതിനെ സംരക്ഷിക്കും. 65ഓളം ദിവസം പ്രകൃതി ശക്തമായി ദുരപ്രദേശങ്ങളായതുകൊണ്ട് ശക്തമായ കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. മഞ്ഞുകാറ്റ്, മഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. മഞ്ഞ് വീഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഐസ് പെയ്യുവാൻ സാധ്യതയുണ്ട്. പെൺപൺകിൻ തീറ്റ തേടി അത് കടന്നു പോകുമ്പോ ഏകദേശം ചില ദിവസങ്ങൾക്ക് ശേഷം അത് മടങ്ങി വരുമ്പോഴും തന്റെ ശരീരത്തിന്റെ ഭാരം കുറയും. തന്റെ ആൺപെൺകിന്റെ ശരീരത്തിന്റെ ഭാരം കുറയും. അനവധി യാതനകളും വേദനകളും ആൺപെൺകിൻ തന്റെ കാൽക്കീഴിലുള്ള മുട്ട സംരക്ഷിക്കുവാൻ അവൻ അഭിമുഖീകരിക്കുന്നുണ്ട്. ശക്തമായ കാറ്റടിക്കുമ്പോഴും കാലുകൾ ഒരു ഇഞ്ചു പോലും ചലിപ്പിക്കാതെ ആ മുട്ടകളെല്ലാം ചേർത്ത് ഇങ്ങനെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നതായി നമുക്ക് തോന്നും. എന്താണ് അതിന് കാരണം എന്നറിയോ? ആൺപെൺകിനറിയാം 65 ദിവസം കൊണ്ട് എത്ര കിലോ തന്റെ ശരീരത്തിൽ നിന്ന് തൂക്കം കുറഞ്ഞു പോയാലും, എത്ര പ്രതിസന്ധി വന്നാലും തന്റെ കാൽച്ചോട്ടിൽ ഇരിക്കുന്നത് തന്റെ ജീവനാണ്, തന്റെ ഭാവിയാണ്, തന്റെ തലമുറയാണ് എന്ന് ആൺപെൺകിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അത് കൃത്യമായി 65 ദിവസക്കാലം അതിൽ നിന്ന് മാറാതെ മറയാതെ സുരക്ഷിതമായി കാത്തിരിക്കും. നീ നോമ്പ് നോക്കുന്നില്ല 8 ദിവസം? നിന്റെ കാൽച്ചുവട്ടിൽ നിന്റെ നെഞ്ചിന്റെ കൂട്ടിൽ നീ ചേർത്ത് വച്ചിരിക്കുന്ന ജീവനുണ്ടല്ലോ, നിന്റെ മക്കളും തലമുറയുമാകുന്ന ജീവൻ, അതിനെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ഈ ക്രൂശിനെ ഒന്ന് പ്രശംസിക്കുവാൻ ഈ രാത്രി നിനക്ക് കഴിയണം. നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറയണം, അപ്പാ, ഇത് ആൺപെൺകിൻ തന്റെ കുഞ്ഞുങ്ങളെ മുട്ടയിലൂടെ സംരക്ഷിക്കുന്നത് പോലെ എന്റെ തലമുറയെ നീ ഏറ്റെടുക്കണമേ. ക്രൂസിന്റെ ചുവട്ടിലേക്ക് ഞാൻ വച്ചു തരണോ, അതിനെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം. ദൈവമക്കളെ, ഇന്ന് നമുക്ക് പുതിയ സൃഷ്ടിയായി തീർന്ന് ക്രൂശിനെ ഉയർത്തുവാൻ, ക്രൂശിൽ പ്രശംസിക്കുവാൻ എനിക്ക് കഴിയണം. നമ്മുടെ ധനമോ കാറോ വസ്തുവകകളോ സ്ഥാനമാനങ്ങളോ പദവികളോ ഒന്നും ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിക്കാട്ടരുത്. ഒന്ന് മാത്രം, ക്രിസ്തുവിന്റെ കുരിശിനെ മാത്രം ഇടവകയിലും സഭയിലും സമൂഹത്തിലും ഉയർത്തി കാണിക്കുവാൻ കഴിയണം. മാമോദീസയേറ്റ നാം എല്ലാവരും അനവധി ഭാരങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോ നമുക്കറിയാം, ക്രിസ്തുവിനെ വേണ്ടുന്ന വിധത്തിൽ ഉയർത്തിക്കാട്ടുവാൻ കഴിയാതെ പരാജയപ്പെട്ടവരാണ് ഞാനും നിങ്ങൾ. എന്നിങ്ങനെ ഓർക്കുന്നു, പീറ്റർബറോ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അച്ഛനൊരു കുഞ്ഞിനെ പരിചയപ്പെട്ടു. അവന്റെ സഹോദരി വന്നിട്ട് എന്റെ അടുക്കൽ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എന്റെ അടുക്കൽ ദൂരെ നിന്ന് എന്റെ അടുക്കലേക്ക് ഫോൺ നമ്പർ കിട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എന്റെ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ബ്രദർ എന്ത് പറ്റി? അവൻ അബ്നോർമലായി സംസാരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എന്താ അവനൊക്കെ സംസാരിക്കാൻ? +2 കഴിഞ്ഞ് വന്നതാണ്. പഠിക്കാൻ വന്ന കുഞ്ഞുങ്ങളുടെ ഒരു ഹബ്ബായി മാറിയല്ലോ കാനഡ. അങ്ങനെ വന്നൊരു കുഞ്ഞാണ്. പീറ്റർബറോ എന്ന് പറയുന്ന ടൊറന്റോയിൽ നിന്ന് 300 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലം, ഒരു കൊച്ചു സിറ്റിയാണ്. അവിടെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അവള് ഫോൺ കൊടുത്ത് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ അച്ഛനാണ്. അവൻ ചോദിച്ചു, ഏതച്ഛൻ? ഞാൻ പേര് പറഞ്ഞു. അവൻ പറഞ്ഞത് എന്നെ അതിശയിപ്പിച്ചു. അവൻ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ 2ാമത്തെ വരവിന് വേണ്ടി വീതി ഒരുക്കുവാൻ യോഹന്നാൻ സ്നാപകനെ പോലെ എന്നെ ഇറക്കി വിട്ടിരിക്കുന്നതാണ് കർത്താവ്. എനിക്ക് അത്ഭുതമായി. ചോദിച്ചു, മോനെ, ഞാൻ അച്ഛനാ സംസാരിക്കുന്നത്. ഏതച്ഛനായാലും എനിക്ക് പ്രശ്നമില്ല. യേശു കർത്താവിന്റെ 2ാമത്തെ വരവിന് വേണ്ടി വീതി ഒരുക്കുവാൻ യോഹന്നാനെ പോലെ എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നതാണ്. എനിക്ക് സംശയം, ഞാൻ ആരോടാ സംസാരിക്കുന്നത്? യോഹന്നാൻ സ്നാപകനായിട്ടുള്ള ഒരു മനുഷ്യനോടാണോ, ആരോടാണ്? എനിക്ക് സംശയം വന്നു. ചോദിച്ചു, പോലെ നിനക്ക് എന്നാ പറ്റി? അദ്ദേഹം ചോദിച്ചു, തനിക്ക് എന്ത് പറ്റി എന്നോട് ചോദിച്ചു. അപ്പൊ എനിക്ക് രോഗം മനസ്സിലായി. എന്താണ്? ഞാൻ പെൺകൊച്ചിനോട് വിളിച്ചിട്ട് ഫോൺ കൊടുക്കാൻ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ, നീ അവന്റെ റൂമിൽ ചെല്ലണം, അവന്റെ ബാഗുകളെല്ലാം പരിശോധിക്കണം, എന്തെങ്കിലും എക്സ്ട്രാ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കണ്ടെത്തുമോ നോക്കാൻ പറഞ്ഞു. അവൻ അഡിക്റ്റ് ആണെന്ന് മനസ്സിലായി ഡ്രഗിന്.
അവിടെ ചെന്നെല്ലാം പരിശോധിച്ചു, ഇവിടെ ഒന്നുമില്ല അച്ഛാ. അവസാനം ഞാൻ പറഞ്ഞു കിടക്കടിയിലെല്ലാം പരിശോധിക്കുക. കിടക്കയ്ക്ക് അടി നോക്കിയപ്പോ 1 വർഷത്തേക്കുള്ള സാധനങ്ങളെല്ലാം പെരുത്തി കൂട്ടി വെച്ച് സുറിയാനി സഭയുടെ മാമോദീസ മുങ്ങിയ ഒരു മകൻ, അവൻ ഇന്ന് ദൈവമക്കളുടെ അഡിക്ഷൻ സ്റ്റേജിൽ നിന്ന് അവൻ വീണ്ടും വളരെ അനാഥത്വത്തിന്റെ നടുവിലേക്ക് അവൻ കടന്നുപോയി. കൈമോശം വന്നുപോയി. കുഞ്ഞല്ല, എത്രയോ കുഞ്ഞുങ്ങളാണ് നഷ്ടത്തിന്റെ വലിയ കണക്കുമായി നമുക്ക് ചുറ്റും നാം കാണുന്നത്. എത്ര കുടുംബങ്ങളാണ് ക്രിസ്തുവിനെ ആരാധിക്കാതെ, ഈ ക്രൂശിന്റെ സാക്ഷികളായി തീരാതെ, ഈ ക്രൂശിനെ പ്രശംസിക്കാതെ നശിച്ചു പോകുന്നത്, തകർന്നു പോകുന്നത്, ആഠ്യത്വങ്ങളിലും പദവികളിലും സമ്പത്തിലും സ്ഥാനമാനങ്ങളിലും പെട്ടുപോകുന്നത്. ഏറ്റുനോമ്പിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ആൺപെൺകിനെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആ ക്രൂശിന്റെ ചൂട്ടിലേക്ക് വെച്ചു കൊടുക്കുവാൻ നമുക്ക് ഇരിക്കുന്ന സ്ഥാനത്ത് എണീക്കാം. ഈ രാത്രി അതിനിടയാകണമെന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഈ എഴുന്നേറ്റ് നിൽക്കാം. ദൈവമക്കളെ, ഒരു 5 മിനിറ്റ്, 2-3 മിനിറ്റ് നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കണം. ക്രൂശിൽ പ്രശംസിക്കുവാൻ അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് യേശു കർത്താവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിനും പ്രശംസിക്കുവാൻ ഇടവരരുത്. പരിച്ഛേദനയല്ല കാര്യം, അപരിച്ഛേദനയല്ല കാര്യം, ഒരുവൻ പുതിയ സൃഷ്ടിയാകുക എന്നുള്ളതാണ്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. എത്ര വർഷമായി ദൈവമക്കളെ എട്ടുനോമ്പ് നമ്മൾ നോക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്, വരുന്നുണ്ട്, കുർബാന അനുഭവിക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, ഔദാശികമായ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചാണ് പോണത്. പക്ഷെ നീ ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടോ? നിന്റെ ഹൃദയത്തിൽ നീ ഉള്ളിലൊന്ന് പറഞ്ഞ് നീ അറിഞ്ഞിട്ടുണ്ടോ? ഈ ക്രിസ്തുവിനെ നീ ഉയർത്തിയിട്ടുണ്ടോ ലോകത്തിന്റെ മുന്നിൽ? നിന്റെ കുടുംബ ജീവിതത്തിൽ, സമൂഹത്തിന്റെ നടുവിൽ, ബന്ധപ്പെടുന്ന ആളുകളുടെ ഇടയിൽ ഈ ക്രിസ്തുവിന്റെ കുരിശിനൊന്ന് ഉയർത്തി കാണിച്ചിട്ടുണ്ടോ? മടി കാണിച്ചിട്ടില്ലേ? പലപ്പോഴും നീ അനുഭവിക്കുന്ന വേദനയുടെ നടുവിൽ നീ പറ, ആ വേദനയുടെ നടുവിൽ ക്രിസ്തുവിനോട് പറ, കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, കർത്താവേ എനിക്ക് വീഴ്ച വന്നുപോയി. ഞാൻ പിതാക്കന്മാർ പറയുന്നത് പോലെ കുരിശിന്റെ സാക്ഷിയാകുവാൻ, കുരിശിനെ ഉയർത്തി കാണിക്കുവാൻ ഞാൻ ഇന്ന് മുതൽ ആഗ്രഹിക്കുന്നു. കർത്താവേ, എന്നോട് കരുണ കാട്ടണമേ. എന്റെ തലമുറയെ ക്രൂശിന്റെ ചൂട്ടിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. ആൺപെൺകിൻ ഏത് പ്രതിസന്ധിയുടെ നടുവിലും കാലിടറാതെ അതിന്റെ തലമുറയെ സൂക്ഷിക്കുന്നത് പോലെ ക്രൂശിന്റെ ചൂട്ടിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, കുഞ്ഞു മക്കളെ, ഞങ്ങളുടെ ആരോഗ്യത്തെ, ഞങ്ങളുടെ ഇടവകയെ, സഭാപിതാക്കന്മാരെ, സഭയെ അവിടുന്ന് കാത്ത് സംരക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടവയോർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ, ശുശ്രൂഷകളെ, ശമാശനെ, വന്നിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവയ്ക്ക് തന്ന കരുണയ്ക്ക് കൃപയ്ക്കുമായി സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇരിക്കാം. കൺക്ലൂഷൻ പ്രയറിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് എനിക്ക് തോന്നുന്നു. വളരെ കുറഞ്ഞ സമയം, ഏതാനും 10-15 മിനിറ്റ് നേരം നമുക്ക് ഒരുമിച്ചിരിപ്പാൻ സാധിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാളെ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുത്തി. അച്ഛൻ ബുധനാഴ്ച വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാകും. തുടർന്ന് തിരിച്ച് നാട്ടിലേക്ക് ക്യാമ്പിലേക്ക് പോകും. എനിക്ക് വളരെയേറെ ഉറക്കക്ഷീണവും യാത്രാക്ഷീണവും ഉണ്ട്. നിങ്ങൾക്കറിയാം, 8-9 മണിക്കൂറോളം യാത്ര ചെയ്താണ്, ഡ്രൈവ് ചെയ്താണ് വന്നത്. ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ക്ഷണിച്ച എല്ലാവരോടുള്ള നന്ദി കൂടി അറിയിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.